ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ലോറിയലിൻ്റെ ഹെയർ ഓയിൽ എടുക്കുക. എന്നിട്ട് ഹെയറിൻ്റെ ടിപ്പിലും പിന്നെ ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഹെയർ നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കാനും ഒന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മുടിയുടെ സെക്ഷൻ നന്നായിട്ടൊന്ന് എടുക്കുക. 2 സെക്ഷൻ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് നന്നായിട്ട് ചീകി ഒതുക്കി വെച്ചതിന് ശേഷം ഇപ്പം നമ്മൾ 2 സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ ഒരു സെക്ഷൻ്റെ ഒരു ഹാഫ് പോർഷനായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സ്ലൈഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. താഴേക്കുള്ള പോർഷൻ ഇങ്ങനെ വരും. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ചീകി അതിൻ്റെ ഡീറ്റാങ്കിളൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പിന്നി കൊടുക്കുക. നമ്മൾ പിന്നി തുടങ്ങുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിന്നി തുടങ്ങുക. ടൈറ്റായിട്ട് പിൻ ചെയ്ത് താഴെ വരെ അങ്ങനെ അറ്റം വരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ താഴെ വരെ പിന്നി വന്നതിന് ശേഷം ചെറിയൊരു ഹെയർ ടൈ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്നൊന്ന് വലിച്ചു കൊടുക്കുക. ഒത്തിരി വലുതാക്കുക. താഴെ വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. സെയിം പ്രൊസീജിയറാണ് നമ്മൾ അപ്പുറത്തും ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നന്നായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സെക്ഷനും ഇതുപോലെ തന്നെ നമ്മളൊരു ഹാഫ് പോർഷൻ വെച്ച് ചീകി സെക്ഷനാക്കിയതിന് ശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ ഒന്ന് സ്ലൈഡ് വെച്ച് പിൻ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് വെക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ്. താഴെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ ചീകി അവിടെയും നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് ടൈറ്റായിട്ട് പിൻ ചെയ്ത് താഴെ വരെ പിന്നി കൊടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റാങ്കിളാണ്. നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തിട്ട് വേണം നമ്മൾ പിന്നി കൊടുക്കാനായിട്ട്. സെയിം മറ്റേ സെക്ഷനിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ താഴെ വരെ ടൈറ്റായിട്ടൊന്ന് പിന്നി കൊടുക്കുക. നന്നായിട്ട് പിന്നി കൊടുത്തതിന് ശേഷം മറ്റേ സെക്ഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഹെയർ ടൈ എടുത്തിട്ട് ബ്ലാക്ക് കളറിലതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ലെയറാണ് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഊരിപ്പോവാതിരിക്കാനാണ്. കാരണം താഴത്തേക്ക് പിൻ ചെയ്ത് വരുമ്പം ആ ഒരു കട്ടി നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ 2 വട്ടമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഊരിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ഹെയറിൻ്റെ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് ചീകി കൊടുത്തു. അങ്ങനെ ഹെയറൊക്കെ അത്യാവശ്യം സെറ്റാക്കി വെച്ചു. ഇനി അടുത്തതാണ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പം ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ് മുടി ഇങ്ങനെ പൊട്ടി പൊന്തിയ പോലെയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ആലോവേറ ജെല്ലാണ്. കുറച്ച് ആലോവേറ ജെല്ലെടുത്തിട്ട് ഹെയറിൻ്റെ 2 സൈഡിൽ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. 2 സൈഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് വലിച്ച് ആ ഒരു ഹെയർ ബ്രൈഡ് വലുതാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡ് പോലെ പ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. എന്നിട്ട് ഇതുപോലെ ചെവിയുടെ തൊട്ട് പുറകിലേക്കായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2 സ്ലൈഡ് എടുത്ത് നല്ല ടൈറ്റായിട്ടൊന്ന് ഉറപ്പിച്ച് അവിടെ വയ്ക്കുകയാണ്. സെയിമാണ് ഓപ്പോസിറ്റും അതുപോലെ തന്നെ അടുപ്പിച്ച് തന്നെ വയ്ക്കുക. ഒരു ഹെയർ ബാൻഡ് മോഡലായിട്ട് ഇപ്പോൾ അതും ഇതുപോലെ തന്നെ സ്ലൈഡ് എടുത്തിട്ട് ഒരു 2 സ്ലൈഡ് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഉറപ്പിച്ച് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ അലോവേറ ജെല്ല നമ്മൾ പിന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയും വേണമെങ്കിൽ ജസ്റ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്.